നമസ്കാരം. ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരു പാലമുണ്ട് അങ്ങ് ലണ്ടനിൽ. ലണ്ടൻ ബ്രിഡ്ജ് അല്ല, എന്നാൽ ലണ്ടനിലെ ബ്രിഡ്ജാണ്. ദ ടവർ ബ്രിഡ്ജ് ലണ്ടൻ. ഈ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ ചരിത്രത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ലണ്ടൻ. തെംസ് നദിയുടെ തീരത്ത് 1500 കിലോമീറ്റർ ചതുരശ്ര വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ലണ്ടൻ നഗരത്തിന് മനുഷ്യ പുരോഗതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ലണ്ടൻ നഗരം. ഭൂമിയുടെ ഏകദേശം 1/3 ഭാഗവും ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഗതിവിഗതികളും തീരുമാനിച്ചിരുന്നത് ലണ്ടനിലെ പ്രഭുക്കന്മാരും രാജാക്കന്മാരുമായിരുന്നു. തെംസ് നദിയുടെ ഇരുകരകളിലെ വ്യാപിച്ചു കിടക്കുന്ന ലണ്ടൻ നഗരത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട് 35-ലേറെ പാലങ്ങൾ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരത്തിൻ്റെ നാഡീഞരമ്പുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പാലങ്ങളെ വിശേഷിപ്പിക്കാവുന്നതാണ്. സാങ്കേതിക മികവ് കൊണ്ടും ദൃശ്യ മനോഹാരിത കൊണ്ടും പഴക്കം ചെന്ന ഈ ടവർ ബ്രിഡ്ജ് ലണ്ടൻ നഗരത്തിൻ്റെ ഒരു ഐക്കണായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വലിയ തോതിലുള്ള വ്യവസായ വാണിജ്യ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ തന്നെ ലണ്ടൻ നഗരത്തിൻ്റെ ജനസംഖ്യയും ഗതാഗതവും വർദ്ധിച്ചു. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി 1977 രൂപം കൊണ്ട സ്പെഷ്യൽ ബ്രിഡ്ജ് ഓർ സബ്വേ കമ്മിറ്റി തെംസ് നദിക്ക് കുറുകെ ടവർ ഹാംലെറ്റ്സ് പ്രദേശത്തെയും സൗത്ത് വാക്ക് പ്രദേശത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയതായി ഒരു പാലം പണിയാൻ തീരുമാനിക്കുന്നു. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. തെംസ് നദിയിലൂടെ വലിയ വലിയ കപ്പലുകൾക്ക് തൊട്ടപ്പുറത്തുള്ള തുറമുഖമായ പൂൾ ഓഫ് ലണ്ടനിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടായിരുന്നു. സാധാരണ രീതിയിലുള്ള ഒരു പാലം ഈ ചരക്ക് ഗതാഗതത്തിന് തടസ്സമായിരുന്നു. കമ്മിറ്റിയുടെ മുമ്പാകെ ഒട്ടനവധി ഡിസൈനുകൾ വന്നെങ്കിലും ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്നതിനാൽ അവയൊന്നും അംഗീകരിച്ചില്ല. ഒടുവിൽ 1984 ബാക്യൂൾ ബ്രിഡ്ജ് ശൈലിയിലുള്ള പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനായി സർ ബാക്യൂൾ ബ്രിഡ്ജിയെ എഞ്ചിനീയറായും ഹൊറൈസ് ജോൺസനെ ആർക്കിടെക്റ്റായും നിയമിച്ചു. ഇവർ രണ്ടുപേരും ചേർന്ന് വിക്ടോറിയൻ ഗോതിക് ശൈലിയിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ടവർ ബ്രിഡ്ജ് നിർമ്മിച്ചു. ആയിരത്തി 1886 ആരംഭിച്ച നിർമ്മാണം 8 വർഷങ്ങളെടുത്ത് 1894 പൂർത്തിയാക്കി. പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ഇന്നത്തെ ഏകദേശം 136 മില്യൺ പൗണ്ടാണ് ചിലവാക്കിയത്. മീറ്റർ നീളമുള്ള ടവർ ബ്രിഡ്ജിൻ്റെ പ്രധാന ആകർഷണം 65 മീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഇരട്ട ടവറുകളാണ്. ഈ 2 ടവറുകളിൽ പാലത്തിൻ്റെ അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്ന രീതിയിലുള്ള മറ്റു ഭാഗങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. കപ്പലുകൾ വരുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് 86 ഡിഗ്രി ചെരിവിൽ പാലം പൂർണ്ണമായും തുറക്കാൻ സാധിക്കും. തെംസ് നദിയിലൂടെ പ്രാദേശിക ചരക്കു ഗതാഗതം കൂടുതലായിരുന്ന പണ്ടുകാലത്ത് ഒരു ദിവസത്തിൽ പലതവണ ടവർ ബ്രിഡ്ജ് തുറക്കുമായിരുന്നു. എന്നാൽ ഇന്ന് വളരെ അപൂർവമായി ദിനത്തിൽ 1-2 തവണ മാത്രമേ പാലം തുറക്കുകയുള്ളൂ. പാലം തുറക്കുന്ന സമയം ടവർ ബ്രിഡ്ജിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ കാഴ്ച കാണാൻ സഞ്ചാരിയുടെ വലിയ തിരക്കാണ് സാധാരണമായി അനുഭവപ്പെടാറുള്ളത്.
ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഔദ്യോഗിക വസതിയായ ടവർ ഓഫ് ലണ്ടന് തൊട്ടടുത്തായിട്ടാണ് ടവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ലണ്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ടവർ ബ്രിഡ്ജ്. നഗരമധ്യത്തിൽ തന്നെയാണ് ടവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് പേർ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇത് ലണ്ടൻ ബ്രിഡ്ജാണെന്ന് പറഞ്ഞു. ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് കുറച്ച് മാറി സ്ഥിതി ചെയ്യുന്നു. പാലത്തിൻ്റെ ചരിത്രവും സവിശേഷതകളും സഞ്ചാരികൾക്ക് വിവരിച്ചു കൊടുക്കാനായി ടവർ ബ്രിഡ്ജിൻ്റെ ഭാഗമായൊരു എക്സിബിഷനും നിലവിലുണ്ട്. ടിക്കറ്റ് എടുത്താൽ ടവറിനുള്ളിൽ കയറി ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിൽ പോകാവുന്നതാണ്. ഉയരത്തിലുള്ള ഇരട്ടപ്പാതകൾ ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിലൂടെ നടക്കുവാൻ സാധിക്കും. അവിടെ നിന്ന് നോക്കിയാൽ ലണ്ടൻ നഗരത്തിൻ്റെ മനോഹാരിത പൂർണ്ണതയിൽ കാണുവാൻ സാധിക്കും. പാലത്തിൻ്റെ നാൾവഴികൾ വിശദീകരിക്കുന്ന ചിത്ര പ്രദർശനവും പുരാതന രീതിയിലുള്ള വിക്ടോറിയൻ എഞ്ചിൻ മുറിയും എക്സിബിഷൻ്റെ സവിശേഷതകളാണ്. ടവർ ബ്രിഡ്ജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സഞ്ചാര ലോകത്തെ ചരിത്രമായി കാണുന്നവരിക്കും ശിവശങ്കർ സൈനിങ് ഓഫ് ഫ്രം ഭൂമിയിലെ കാഴ്ചകൾ.